70,000 രൂപയ്ക്ക് iPhone 17 കിട്ടിക്കൊണ്ടിരുന്നു ഒരു മാസം മുന്നേയുള്ള ഗോൾഡ് സെയിലിൽ. ഇപ്പം അതേ iPhone 17 വന്നിരിക്കുന്നത് 79,990 രൂപയ്ക്കാണ്. അതുകൊണ്ട് ഫോൺ വാങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ബിഗ് ബില്യൺ ഡേയ്സിന് വേണ്ടി കാത്തിരിക്കണോ എന്നുള്ള ചോദ്യമായിട്ട് വരരുത്. കാരണം ഇപ്പോഴത്തെ MRP 82,000 രൂപയാണ്. അത് 94,000 രൂപയാക്കിയിട്ട് 85,000 രൂപയ്ക്ക് ഓഫർ എന്നും പറഞ്ഞ് അടുത്ത സെയിലിൽ വിൽക്കും. അതുകൊണ്ട് ഫോൺ വാങ്ങാൻ പ്ലാൻ ഇടുന്നവർ ഇപ്പം വാങ്ങിക്കോളാം. ഈ വീഡിയോയിൽ ഞാൻ 1 ലക്ഷം രൂപ മുതൽ 20,000 രൂപ വരെയുള്ള എല്ലാ പ്രൈസ് സെഗ്മെന്റിലും ഏറ്റവും നല്ല, അതായത് ഇപ്പം കൊടുക്കുന്ന പൈസയ്ക്ക് അത്യാവശ്യം എന്തെങ്കിലും കിട്ടുന്ന കുറച്ച് ഫോണുകൾ പറഞ്ഞുതരാം. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും വില കൂടിയ ഫോൺ ഏതാ അറിയോ? Vivo X300 Ultra 1,60,000 രൂപ. പിന്നെ Oppo Find X9 Ultra 1,53. iPhone 17 Pro Max 1,43. Samsung S26 Ultra 1,30. iPhone 17 Pro 1,29. സോ iPhone 17 Pro Max വാങ്ങാൻ പ്ലാൻ ഇട്ടുള്ളവർ ഇപ്പോൾ വാങ്ങിക്കൊള്ളുക. 1,90,000 ഇടയിൽ നോക്കുവാണെങ്കിൽ ഇങ്ങനെ കാര്യമായിട്ട് ഫോണുകളൊന്നുമില്ല. 90,000-നും 80,000-നും ഇടയ്ക്ക് 3 ഫോണുകളുണ്ട്. ആക്ച്വലി 3 അല്ല 2 എണ്ണം. OnePlus 15 ഉണ്ട് 82,000 രൂപയ്ക്ക്. പിന്നെ അതിൽ ഏറ്റവും മെച്ചമായിട്ടുള്ളത് S25 Ultra'യാണ് 89,999. കഴിഞ്ഞ ആമസോണിൻ്റെ സെയിലിൽ വന്നത് 85 രൂപയ്ക്കാണ്. അതിപ്പോൾ 89,000. ഇനി 80,000-നും 70,000-നും ഇടയിൽ നോക്കുവാണെങ്കിൽ 4 ഫോണുകളാണുള്ളത്. ഓബിയസ്ലി iPhone 17 79,990 രൂപ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വാങ്ങുക. ഒരിടത്തും ഈ സാധനം സ്റ്റോക്ക് ഇല്ല. ഫ്ലിപ്കാർട്ട് ഓർഡർ ചെയ്താൽ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഓർഡർ ആക്കേണ്ടവർ ഇപ്പോൾ ഓർഡർ ആക്കിയില്ലെങ്കിൽ പിന്നെ കിട്ടൂല. അതേപോലെ സാംസങ്ങിൻ്റെ S26 ഉണ്ട് 79,990. നമ്മൾ കഴിഞ്ഞ ദിവസം റിവ്യൂ ഇട്ടിട്ടുണ്ടായി. Oppo Find X9s 72,000 രൂപ കിടപ്പുണ്ട്. Oppo Find X9 കാണാനില്ല. Vivo X300 FE ഉണ്ട് 79,900 രൂപയ്ക്ക്. ഇനി 70,000-നും 60,000-നും ഇടയ്ക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരൊറ്റ ഫോണാണ് കണ്ടത്. iQ15 68,999 രൂപയ്ക്ക്. ഇനി 60,000-നും 50,000-നും ഇടയ്ക്കാണ് അത്യാവശ്യം കുറച്ച് നല്ല ഫോണുകളുള്ളത്. ഒന്നാമത്തത് മോട്ടോറോള സിഗ്നേച്ചർ 52,000-53,000 രൂപയ്ക്ക് നല്ലൊരു ഫോണാണ്. അതേപോലെ സാംസങ്ങിൻ്റെ S25 ഉണ്ട് 57,999 രൂപയ്ക്ക്. പിന്നെ കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായി, ബ്രോ വിവോൻ്റെ X200Tൻ്റെ വീഡിയോ എവിടെ എന്നാൽ നമ്മൾ ചെയ്തില്ല. പക്ഷേ പ്രൈസ് ഇപ്പോൾ കൂടി ഏകദേശം 59,999 രൂപയ്ക്കാണ്. ഈ ഒരു ഫോൺ അത്യാവശ്യം നല്ല ഫോണാണ്. പിന്നെ ഈ കൊല്ലം ഇറങ്ങിയ Reno 16 അല്ല, കഴിഞ്ഞ കൊല്ലത്തെ Reno 15 Pro മിനിയും കിടപ്പുണ്ട് 54,000 രൂപയ്ക്ക്. ഈ ഫോണുകളാണ് ഈ പ്രൈസിൽ അത്യാവശ്യം കൊള്ളാവുന്നത്. പിന്നെ OnePlus 15R ഉണ്ട് 56,999 രൂപയ്ക്കാണ്. OnePlus വേണ്ടവർക്ക് അത് നോക്കാം. ഇനി 50,000-നും 40,000-നും ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്ത് നടക്കുന്ന ഒരു പ്രൈസ് കാറ്റഗറിയാണ്. ഈ ഒരു പ്രൈസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് OnePlus 13s ആണ്. കുട്ടി ഫോം ഫാക്ടറുള്ള ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റൊക്കെ ഉള്ള അത് 49,999 രൂപയ്ക്ക്. അതേപോലെ നേരത്തെ കണ്ട OnePlus 15R 57 രൂപയ്ക്കായിരുന്നു. പക്ഷേ iQ15R വരുന്നുണ്ട് 46,999 രൂപയ്ക്ക്. പിന്നെ ഡീസൻ്റ് ആയിട്ടുള്ള ഫോണാണ് Reno 15 43,200 രൂപ അങ്ങനെ എന്തോ ആണ് വരുന്നത്. ഇനി നമുക്ക് 5,000-ന് റേഞ്ചിൽ പോവാം. 40,000-നും 35,000 രൂപയ്ക്ക് ഇടയ്ക്ക് നോക്കുവാണെങ്കിൽ Reno 14 ഉണ്ട്. അത്യാവശ്യം ഇപ്പോഴും നല്ല ഫോൺ തന്നെ കേട്ടോ 36,999 രൂപയ്ക്ക്. പിന്നെ Poco F7 ഉണ്ട് 35,999. iQ Neo 10 വില കൂടി ബട്ട് 38,999 രൂപയ്ക്ക് കിട്ടും. ഇനി 35,000-നും 30,000 രൂപയ്ക്ക് ഇടയ്ക്ക് നോക്കുവാണെങ്കിൽ സാംസങ്ങിൻ്റെ ഫോണുണ്ട് Samsung A56 ഇറ്റ്സ് ഗുഡ്. പിന്നെ OnePlusൻ്റെ Nord CE6 കിടപ്പുണ്ട് 32,000 രൂപയ്ക്ക്. Poco X8 Pro ഉണ്ട് 33,000 രൂപയ്ക്ക്. ഇനി 30,000 രൂപയ്ക്ക് 25,000 രൂപയ്ക്ക് ഇടയ്ക്ക് നോക്കുവാണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് Oppo K13 Turbo എന്ന് പറഞ്ഞ ഫോണുണ്ട്, ഫാനുള്ള ഫോണ്. അല്ലെങ്കിൽ മോട്ടോറോളയുടെ ഫോണുകൾ, ഇപ്പോൾ പല മോട്ടോറോയുടെ ഫോണുകൾ ഇപ്പോൾ വാല്യൂ ഫോർ മണി ആയി തുടങ്ങിയിട്ടുണ്ട്. Moto Edge 60 Fusion ഉണ്ട്, അല്ലെങ്കിൽ Moto Edge 70 ഉണ്ട് 27,028 രൂപയ്ക്ക്. പിന്നെ Moto Edge 60 Pro ഉണ്ട് 28,999 രൂപയ്ക്ക്. ഇനിയാണ് ചവർ സെഗ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം 20,000-25,000 രൂപ. പാത്തറ്റിക് ആയിട്ടുള്ള കണ്ടീഷനിലാണ് ആ ഒരു പ്രൈസ് റേഞ്ച് പോയിരിക്കുന്നത്. ചുരുക്കം വിരലിൽ എണ്ണാവുന്ന ഫോണുകളൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്താ പറയുക, പഴയ ഫോണുകൾ ഇൻഫിനിക്സിൻ്റെ GT30 ഒക്കെ ഒരു മനുഷ്യനും വേണ്ടാത്ത ഫോണൊക്കെ ആയിരുന്നു. അതൊക്കെ ഇപ്പോൾ വൺ വാല്യൂ ഫോർ മണിയാണ് 21,999 രൂപയ്ക്ക്. LCD ഡിസ്പ്ലേ ആയിട്ട് വിവോ വരുന്നുണ്ട്, Vivo T5X എന്ന് പറഞ്ഞ് 23,000 രൂപയ്ക്ക്. പക്ഷേ AMOLED വേണമെന്നുണ്ടെങ്കിൽ ഈ അടുത്തിറങ്ങിയ മറ്റേ സാംസങ്ങിൻ്റെ M36 5G ഉണ്ട് 20,999 രൂപയ്ക്ക്. അത് മാത്രമേ ഉള്ളൂ അത്യാവശ്യം. പിന്നെ എനിക്ക് തോന്നുന്നു സാംസങ് പിന്നെ ഇപ്പോൾ വാല്യൂ ഫോർ മണി എന്നൊക്കെ വേണേ പറയാം. മറ്റേ F70 Pro എന്ന് പറഞ്ഞിട്ടുണ്ടോ 23,999 രൂപയ്ക്ക് 4K റെക്കോർഡിംഗ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന. ഇതൊക്കെ ഉള്ളൂ 20-25 പ്രൈസ് റേഞ്ചിൽ. പിന്നെ കുറച്ച് പോക്കോയുടെ ഫോണുകളും റെഡ്മിയുടെ ഫോണുകളും ഉണ്ട്. M8, അതേപോലെ മറ്റേ റിയൽമി P4 പവർ പോലെ പോക്കോ M8 പവർ, റെഡ്മി നോട്ട് 15 SC ഒക്കെ. എന്നാൽ 20,000 രൂപയ്ക്ക് താഴെയാണോ നിങ്ങൾ നോക്കുന്നത്? 20-15 പ്രൈസ് റേഞ്ചിൽ
ഒന്നുമില്ല. കൂടിപ്പോയാൽ ഒന്ന് പറയാൻ പറ്റുന്നത് സാംസങ് M17 ആണ്. ആക്ച്വലി ഞാൻ റിയലി സർപ്രൈസ്ഡ് ആണ്. ഒരു വർഷം മുന്നേ വരെ നമ്മളിപ്പോൾ ഏത് പ്രൈസ് റേഞ്ച് ഫോൺ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ സാംസങ് റെക്കമെൻഡ് ചെയ്യാൻ ഒന്ന് മടിക്കും. കാരണം എന്താ അറിയോ, ആ പ്രൈസിനുള്ളത് സാംസങ്ങിൽ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഈ താഴേക്കുള്ള A സീരീസ് M സീരീസൊക്കെ. പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല, അത് നല്ല വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നുക. M17 ഞാൻ പറഞ്ഞ 16,999 ഒരു ക്യാമറ ഡിസ്പ്ലേ ഉള്ളൊരു ഫോണ്. ഇനി 15 രൂപയ്ക്ക് താഴെ നോക്കുവാണെങ്കിൽ വീണ്ടും സാംസങ്ങിൻ്റെ F70e എന്ന് പറഞ്ഞ ഫോണ്, മോട്ടോ G37 പവറൊക്കെ കിടപ്പുണ്ട്. ഞാൻ ആക്ച്വലി ഓപ്പോൻ്റെ K13 നോക്കി, കിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫോണാണ് ഓപ്പോ K13, പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ദെയർ. അത് കാണാൻ പോലും ഇല്ല, ഡെലിവറി ഒന്നുമില്ല. പിന്നെന്താ, നമ്മൾ 10 രൂപയ്ക്ക് അല്ലെങ്കിൽ 15 രൂപയ്ക്ക് താഴെ ഇപ്പോൾ ഫോൺ വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. 15 രൂപയ്ക്ക് താഴെ എന്താ ഉള്ളത്? 4G ഫോണുകളൊക്കെയാണ് വരണേ. അയ്യോ, 15 രൂപയ്ക്ക് താഴെ എന്തോരം 4G ഫോണുകളാണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫോണുകളുടെ അവസ്ഥ. പഴയ ഫോണുകളൊക്കെ ഒരു 5,000 രൂപ 6,000 രൂപ കൂട്ടിയിട്ട് അതിനകത്ത് 1,000-2,000 രൂപ ഡിസ്കൗണ്ട് ഇട്ടിട്ട് ഓഫറാണ് എന്ന് പറഞ്ഞ് വിൽക്കുന്നതാണ് മിക്കയിടത്തും കാണുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് ബിഗ് ബില്യൺ ഡേയ്സിന് പോകുന്ന സമയത്ത് ഇതേ പരിപാടി തന്നെയായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഈ ഒരു സെയിലിന് വന്നേക്കുന്ന പ്രൈസ് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് ഒരു 2,000-3,000 രൂപ ഫോൺ ബ്രാൻഡുകൾ കൂട്ടും, എന്നിട്ടൊരു 1,000 രൂപ കുറച്ചിട്ടിട്ട് സെയിലാണെന്ന് പറഞ്ഞ് വിൽക്കും. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള പല ഫോണുകളും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും, അവർ പ്രൊഡക്ഷൻ നിർത്തും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിട്ട വിവോ S2ൻ്റെ വീഡിയോ ഉണ്ട്. വിവോ S2ൻ്റെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടേക്കുന്നത് ബ്രോ ഒരു ക്യാമറ ആയിട്ടാണല്ലോ വരുന്നത്, അതും ഈ ഒരു 45 പ്രൈസ് റേഞ്ചിൽ നിന്ന്. ഇനി വരാൻ പോകുന്നുണ്ട് ഓപ്പോയുടെ ഏതാണ് F35 അങ്ങനെ ഏതൊരു ഫോൺ വരുന്നുണ്ട്, അതും ഇതേമാതിരി തന്നെയാണ് വരാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന ഫോണുകളെല്ലാം ക്യാമറയുടെ എണ്ണം കുറയും, അതേപോലെ നമ്മുടെ സ്റ്റോറേജ് ഇപ്പോൾ UFS 4ഉം 5ഉം LPDDR5X ഒക്കെ കിട്ടുന്നത് LPDDR4X ആവും, UFS 2.2 2.1 ഒക്കെ ആവും. ക്യാമറയുടെ എണ്ണം കുറയും, എന്ന ബാറ്ററി കപ്പാസിറ്റി മാത്രം കൂടുന്നതാണ്. 10,000-ഉം 8,000 mAh ഒക്കെ ബാറ്ററി ഒക്കെ കോമൺ ആയിട്ട് വരും. അതുകൊണ്ട് പ്രൈസിനുള്ള ഒരു വാല്യൂ, ആ ഒരു കൺസെപ്റ്റ് ഇതോടുകൂടി മറന്നേക്കുക. വേണമെങ്കിൽ ഈ സെയിൽ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും. വർഷം പോകും തോറും ഇതിനേക്കാളും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും ഫോണുകൾ വരാൻ പോകുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഒരു വീഡിയോ. ഈ ഓഫർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റായി കിടപ്പുണ്ടാകും, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ശരി, ബൈ.